എറണാകുളം കളക്ടറേറ്റിന് മുന്നിൽ സമരമിരുന്ന സർഫാസി വിരുദ്ധ സമരക്കാരെ ബലമായി പിടിച്ചുമാറ്റി പോലീസ്. നവകേരള സദസ്സിന്റെ പരിപാടിയോടനുബന്ധിച്ച് സമരക്കാരോട് മാറണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. സമരക്കാർ മാറാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ബലപ്രയോഗം നടത്തിയത്. റിയ ബേബിയുണ്ട് വിവരങ്ങളുമായി. റിയ, നവകേരള സദസ്സ് ഇതിനടുത്താണോ? നവകേരള സദസ്സ് നടക്കുന്ന കളക്ടറേറ്റ് പരേഡ് ഗ്രൗണ്ടിന്റെ ഒരു വശത്താണ് ഗേറ്റിന് തൊട്ട് മുമ്പിൽ, അതായത് കളക്ടറേറ്റിന്റെ ഗേറ്റിന് തൊട്ട് മുമ്പിലാണ് ഈ സമരക്കാർ സമരം വരുന്നത്. വാഹനങ്ങൾ കടന്നു വരുന്ന വഴിയാണ്, മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും വാഹനങ്ങൾ കടന്നു വരുന്ന വഴിയാണ്. അതിനോട് ചേർന്നുള്ള സാധാരണഗതിയിൽ എല്ലാവരും സമരമിരിക്കുന്ന സമരപ്പന്തലാണത്. അവിടെ ഇരുന്ന് പ്രവർത്തകരെയാണ് പോലീസ് മാറ്റിയത്. ഇതിൽ കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്ന സമരമാണ്. നേരത്തെ പോലീസ് അറിയിച്ചിരുന്നു ഇവരോട് ഈ പരിപാടി നടക്കുന്നതിനോടനുബന്ധിച്ച് മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ സമരം കുറച്ചധികം നാളുകളായി തങ്ങൾ തുടരുകയാണെന്നും അതുകൊണ്ട് തന്നെ ഈ നവകേരള സദസ്സ് നടക്കുന്നു എന്ന കാരണത്താൽ ഈ സമരത്തിൽ നിന്ന് പിന്മാറാനാകില്ല എന്നതുമായിരുന്നു സർഫാസി വിരുദ്ധ സമരക്കാർ പോലീസിനെ അറിയിച്ചത്. തുടർന്നാണ് അല്പം മുമ്പ്, ഏതാണ്ട് 15 മിനിറ്റ് മുമ്പ് ഈ സമരം വരുന്ന ആളുകളെ പോലീസ് ബലമായി പിടിച്ചു നീക്കിയത്. ഇത് അംഗീകരിക്കാനാകില്ല എന്നതാണ് സമരക്കാരുടെ നിലപാട്. പക്ഷേ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് ഇവരെ മാറ്റുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സമരക്കാർ പറയുന്നത് എതിർവശത്തു നിന്നാണ് മുഖ്യമന്ത്രിയുടെ വാഹനമടക്കം കടന്നു വരുന്നത്. തങ്ങളിരിക്കുന്ന വശത്തുകൂടി വരേണ്ട സാഹചര്യമില്ല. ഇത് കളക്ടറേറ്റിന്റെ കോമ്പൗണ്ടിനോടടുത്തുള്ള സമരമാണ്, പന്തലാണ് എന്നത് മാത്രമാണ് പോലീസ് നൽകുന്ന ന്യായീകരണം എന്നതൊക്കെയാണ് സമരക്കാർ പറയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം അവർ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരം മുഖ്യമന്ത്രിയുടെ ഈ പരിപാടിയോടനുബന്ധിച്ച്, നവകേരള സദസ്സിനോടനുബന്ധിച്ച് സമരമിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്നതാണ് അവർ പ്രധാനമായും വിമർശനമായി ഉന്നയിക്കുന്നത്. ശരി റിയ.